UPSC പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലാണെങ്കിലും മറ്റ് ആസ്പിരൻസിൻ്റെ ഇടയിലാണെങ്കിലും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല, ഇതെന്തോ വലിയ സംഭവമാണ്, ഇതൊരു ബാലികേറാ മലയാണെന്നുള്ളതാണ്. അതങ്ങനെയൊന്നുമല്ല. നമ്മൾ ചിട്ടയായ രീതിയിൽ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ ഹാർഡ് വർക്കും അതിൻ്റെ ഒപ്പം തന്നെ സ്മാർട്ട് വർക്കും ഒക്കെ കമ്പൈൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കുറേ ബുക്ക് വലിച്ചു വാരി പഠിക്കുക, പുസ്തകപ്പുഴുവായി മാറുക എന്നുള്ളതാണ്. അങ്ങനെയല്ല. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കേവലം പുസ്തകപ്പുഴുക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറേ ബുക്ക് വാരി തിന്നുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് നമുക്ക് ബുക്കിഷ് നോളജ് മാത്രമല്ല, എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഗ്രോ ചെയ്യുകയാണല്ലേ, നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ആകുന്നു. സിവിൽ സർവീസിൽ തന്നെ നമ്മുടെ മെയിൻസ് പേപ്പറിൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറുണ്ട്, പേപ്പർ 4. എത്തിക്സിൻ്റെ പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുന്നത്, നമ്മളവിടെ ആൻസർ റൈറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് വരുന്ന, നമ്മുടെ ലൈഫിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ പച്ചയായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ബുക്ക് മാത്രം വായിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എത്തിക്സ് പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബുക്കിഷ് ആയിട്ടുള്ള നോളജ് മാത്രമല്ല, നമ്മൾ നമ്മുടെ സമൂഹവുമായിട്ട് ഒത്തിണങ്ങി പോവുക, നമ്മുടെ സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുക, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ അപ്ഡേറ്റഡ് ആവുക, നമ്മൾ എല്ലാ രീതിയിലും അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പം ബുക്ക് വായിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണയാണ് IIT പോലെയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതും വളരെ തെറ്റായ ഒരു ധാരണയാണ്. നമുക്ക് തന്നെ ഒരു വലിയ എക്സാമ്പിൾ ഉണ്ടല്ലേ, നമ്മുടെ ശ്രീധന്യ IAS മാം. പുള്ളിക്കാരിയൊക്കെ സാധാ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട്, നമ്മുടെ വയനാട്ടിൽ നിന്ന് സാധാ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് ഗോത്ര വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാളാണെങ്കിലും നിങ്ങൾ പഠിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്.